പണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ. കേരളം ഭരിച്ച ആർ ശങ്കർ SNDPയുടെ നേതാവും ഈഴവ സമുദായത്തിലെ ഒരു പ്രബലനായ വ്യക്തിയുമായിരുന്നു. അത് ആർ ശങ്കറിൽ തുടങ്ങി വയലാർ രവിയിലൂടെയും VM സുധീരനിലൂടെയും തച്ചടി പ്രഭാകരനിലൂടെയൊക്കെ നിരവധി നേതാക്കളെ SNDP കോൺഗ്രസ്സിന് സംഭാവന ചെയ്തു. ഇന്ന് ആ SNDPയും കോൺഗ്രസുമായിട്ട് വലിയ അകലത്തിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്താണ് ഈ കോൺഗ്രസ് ഈഴവ സമുദായത്തെ പരിപൂർണമായിട്ടും കൈവിട്ടു? ഈഴവരെ കോൺഗ്രസ് എല്ലാ കാലത്തും അവഗണിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ കോൺഗ്രസിൻ്റെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേര് ശങ്കരൻ ആണ്. അദ്ദേഹം പിന്നെ ഇത് SNDPയുടെ എല്ലാം മുതിർന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ ആർ ശങ്കറിനെ പോലും പരിഗണിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അങ്ങനെ തങ്ങളുടെ സമുദായത്തെ സ്വാധീനിക്കാത്ത ഒരു പാർട്ടിയിലേക്ക് ആരെങ്കിലും നിൽക്കാൻ ആഗ്രഹിക്കും. അതുതന്നെയാണ് പിന്നീട് നാം കണ്ടത്. എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് തുടക്കകാലത്ത് വലിയ രീതിയിലായിരുന്നു കോൺഗ്രസിനെ. ഈ SNDPയും ഈഴവ സമുദായവും കോൺഗ്രസിനും സ്വാതന്ത്ര്യ സമരത്തിനും ഒക്കെ വലിയ സംഭാവന നൽകിയ, മറ്റ് സമുദായങ്ങളെ പോലെ തന്നെ വലിയ സംഭാവന നൽകിയ ഒരു സമുദായമാണ്. വലിയ രീതിയിൽ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലായിരുന്നു തുടക്കകാലത്ത് കോൺഗ്രസിന് ഈഴവ വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നത്. പിന്നീട് കുറഞ്ഞ് പരിഗണന കുറയും തോറും അവരും ഈ പാർട്ടിയിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ പാർട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ കോൺഗ്രസിൽ ആകെ ഒരു MLA മാത്രമേ ഉള്ളൂ. തൃപ്പൂണിത്തറയിൽ നിന്നുള്ള ബാബു മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ മുൻതവണ അതുമില്ല, ബാബു ഉൾപ്പെടെ പരാജയപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. വെള്ളാപ്പള്ളി അടക്കമുള്ള വലിയ വിമർശനം ഉന്നയിക്കുക. കാരണം ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്നും കോൺഗ്രസിന് ഒരു MLA പോലും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനമുണ്ടായി. അതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്, എന്നിട്ടും വിജയിപ്പിച്ചെടുക്കാത്തത് ഇനി ഞങ്ങളുടെ കുറ്റമല്ലല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ വിജയിക്കുന്ന സീറ്റ് നോക്കി കൊടുക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ വിമർശനം ഉണ്ടായിരുന്നു. അല്ലാതെ ഈ പരാജയപ്പെടുന്ന സീറ്റുകൾ നോക്കി ഈഴവ വിഭാഗത്തിന് കൊടുക്കുകയും ഈ വിജയസാധ്യത ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ നാം ഇതിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന് ഒരു വലിയ മലബാർ മേഖലയിലെല്ലാം ഈ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഈഴവ വിഭാഗം ഈ പാർട്ടിയിൽ നിന്ന് ഉപേക്ഷിച്ച് പോകാനുള്ള പ്രധാന കാരണം ഒരു ന്യൂനപക്ഷത്തിന് അമിതമായ പ്രാധാന്യം ഈ മലബാർ മേഖലയിലെല്ലാം കോൺഗ്രസ് കൊടുത്തു തുടങ്ങുന്നത് ഈ വിഭാഗത്തിനൊരു തോന്നലുണ്ടായി. അതിന് പിന്നാലെയാണ് ആ മാറ്റം ഉണ്ടായത്. അത് കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ തീയ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവാണല്ലോ സുധാകരൻ. അദ്ദേഹത്തെ ഒരു കാരണവുമില്ലാതെ മാറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്താണ് അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണമെന്ന് ചൂണ്ടിക്കാണുമ്പോഴാണ് പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം മാറ്റാനുള്ളത് ഏതാണ്? കാർഗയ്ക്ക് നടക്കാൻ പോലും കഴിയില്ലല്ലോ. അദ്ദേഹത്തിന് സുധാകരനേക്കാൾ പ്രായക്കൂടുതലും ആരോഗ്യ പ്രശ്നവുമുള്ള ഒരു മനുഷ്യനാണ് ഖാർഗെ. അദ്ദേഹത്തിനാണെങ്കിൽ ഇന്ത്യ മുഴുവൻ നോക്കണം, എത്ര സംസ്ഥാനം നോക്കണം, ഇത് കുറച്ച് ജില്ലകൾ മാത്രം നോക്കുന്ന ഒരു പരിപാടി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ പോലും പരിഗണിക്കാതെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. ആ ഒരു പുറത്താക്കലാണ്. ശരിക്കും ആ ഇരുന്ന കസേരയിൽ നിന്ന് പിടിച്ചു വലിച്ച് താഴേക്ക് ഇറക്കി പകരം അവിടെ ഒരാളെ ഇരുത്തുകയായിരുന്നു. കാരണം ഇതിന്റെ അവസാന ഘട്ടം വരെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തെ മാറ്റില്ല എന്നത്. മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണങ്ങളാണ് നാം കണ്ടത്. എന്നെ മാറ്റില്ല കാരണം അദ്ദേഹം മാറ്റില്ലെന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണ് ഇത്രയും മികച്ച നേതാവാകുന്നത്? 2 തവണ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചിലപ്പോൾ വിമർശിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിച്ചാലേ കഴിയൂ. ആദ്യം 91 സീറ്റും അതിനുശേഷം 99 സീറ്റോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെയാണ് സുധാകരനെ KPCCയുടെ പ്രസിഡന്റ് ആക്കിയതിനു ശേഷം 2019 ഉണ്ടായിരുന്ന ആ തരംഗം വീണ്ടും ആവർത്തിക്കാൻ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ വലിയ തമ്മിലടിയും നേതാക്കളുടെ ക്ഷാമം, ഒരു ഭാഗത്താണ് BJPയുടെ വലിയ കടന്നുകയറ്റം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 18 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. അതുകൂടാതെയാണ് ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവിടെ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകത്തിൽ 2ാമത്തെ തവണയും 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല നേതാക്കളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചിട്ടില്ല. പല നേതാക്കളും മത്സരിക്കാതെ മാറി നിന്നാണ്
ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അത് BJPയുടെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം എല്ലാം ഇത് ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് മാറി നിന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു വിജയിച്ചു നിൽക്കുന്ന ഒരു നേതാവിനെ മാറ്റിയതിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. SNDPയുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടാകുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് ആവശ്യം അല്ലേ, അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് ആവശ്യം കുറെ ബൊമ്മകളെയാണെന്ന എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നേതൃത്വം ഹൈക്കമാൻഡും അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് കേട്ട് തലകുലുക്കുന്ന ബൊമ്മകളെയാണ് ആവശ്യം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ ഇനി ദേശീയ തലത്തിൽ ഖാർഗെയാണോ ഉന്നം വെച്ചതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് സമാനമായ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായത്. പലരും ഈ സണ്ണി ജോസഫിന്റെ വരവോടുകൂടി പലരും ചോദിക്കുന്നത് ഇത് ഏത് നേതാവാണ്. പക്ഷെ കോൺഗ്രസ്സുകാർ പറയുന്നത് കണ്ണൂരിലെ പുലിയാണ്. സിംഹത്തിന് പിന്നാലെ കണ്ണൂരിൽ നിന്നും പുലിയും ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ സിംഹം എന്നാണല്ലോ സുധാകരനെ എല്ലാവരും വിളിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുലി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഈ പുലിയെ ആർക്കും അറിയില്ല. എത്ര ജനകീയനായ നേതാക്കൾ. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഫോട്ടോയിൽ കണ്ടാലെങ്കിലും തിരിച്ചറിയുന്ന ഒരു നേതാവിനെ വേണം കൊണ്ടുവരാൻ, KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്നാണ് അദ്ദേഹം അന്ന് വിമർശിച്ചത്. അല്ല, എന്തായാലും അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ശരിയാണ്. കാരണം ഇദ്ദേഹം 2 തവണയായി പേരാവൂരിലെ കണ്ണൂരിലെ ഒരു MLA ആണ്. പക്ഷെ ഇതിനേക്കാൾ ജനകീയമായ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളതാണ്. അതിനിടയ്ക്കാണ് ഇന്നലെ മനോരമ നൽകുന്നത് തലമുറ മാറ്റം എന്നാണ്. ഇത് തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ യുവാക്കൾക്ക് അവസരം നൽകുക എന്നതാണ് പലരും ഉദ്ദേശിക്കുന്നത്. ഇത് തലമുറ മാറ്റമല്ല, സമുദായ മാറ്റം എന്ന് വേണം ഇതിനെ പറയാൻ എന്ന് തോന്നുന്നു. അല്ല, അത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആദ്യമായി വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് കോൺഗ്രസിന്. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും 3ാം തവണയും പിണറായി വിജയൻ എളുപ്പത്തിൽ അധികാരത്തിലെത്തും ഒരു വഴി ഒരുങ്ങുകയാണ്. വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. SNDP പരിപൂർണമായിട്ടും കോൺഗ്രസിനെ കൈയൊഴിയും. അവർ കൃത്യമായിട്ടും ഇപ്പോൾ അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പല സ്ഥലത്തും BJPക്ക് നല്ലവണ്ണം വോട്ട് കിട്ടി. CPMനാണ് അവർ സാധാരണ വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇക്കുറി ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നതുകൊണ്ട് ആ വോട്ടുകൾ വലിയൊരു അളവ് വരെ BJPക്ക് കിട്ടുകയും അതുപോലെ തന്നെ കോൺഗ്രസിനും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അടൂർ പ്രകാശിനെ പോലൊരു നേതാവ് ആറ്റിങ്ങൽ ജയിച്ചത് തീർച്ചയായിട്ടും ആ SNDPയുടെ കൂടി സഹായം കൊണ്ട് തന്നെയാണ്. പക്ഷേ അതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈഴവ സമുദായം എന്തായാലും വലിയ വോട്ട് ബാങ്കാണ്. 26%-അധികമുള്ള ഹിന്ദുക്കളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ഒരു സമുദായമാണ്. അവർ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ BJPയിലേക്കാണ് ഒഴുകുന്നത്. അങ്ങനെ എന്തായാലും ഈ കോൺഗ്രസിൽ നിന്ന് പോകുന്ന വോട്ടുകൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് BJPയിലേക്കാണ്. മുൻപ് അങ്ങനെയാണല്ലോ ചരിത്രം. നായർ വോട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലായാലും മറ്റു ജില്ലകളിലായാലും വലിയ രീതിയിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ BJPയിലേക്ക് പോയത് കൊണ്ടാണ് BJPക്ക് പല സ്ഥലങ്ങളിലും 30%-നും അതോടൊപ്പം തന്നെ 20%-നും ഇടയ്ക്ക് വോട്ട് നേടാൻ കഴിഞ്ഞത്. അത് ചില മണ്ഡലങ്ങളിലേക്ക് BJP 2ാം സ്ഥാനത്ത് വരികയും BJP ഒരു തവണ ജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിലും ഈ പറഞ്ഞതുപോലെ ഒരു നായർ ഈഴവ ക്രിസ്ത്യൻ കൂട്ടുകെട്ടിന്റെ ഒരു ഫലം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് നായർ വോട്ടുകൾ BJPയിലേക്ക് പോയി അവർ അവരുടെ അടിത്തറ വർദ്ധിപ്പിച്ചു. ഇനിയൊരു മുന്നേറ്റത്തിലേക്കുള്ള BJPയുടെ വഴി കാണാനുള്ള ഒരു അവസരമാണ് കോൺഗ്രസ് ഇവിടെ തുറന്നു കൊടുത്തിരിക്കുന്നത്. പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളിൽ അവർക്ക് ഈഴവർ വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ടുകൾ പൂർണ്ണമായി തന്നെ ഇനി BJPയിലേക്ക് പോവുകയാണ്. BJPക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും.